അപ്പോൾ ഷാജിച്ചേട്ടാ താറ് കഴിഞ്ഞു, ഇനി ഇന്നോവ. ഇപ്പോൾ നമ്മളില്ല മൊത്തം എത്ര ഇന്നോവയുണ്ട്? 6 ഇന്നോവയുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇന്നോവ എനിക്ക് തോന്നുന്നു കുറേ നെഗറ്റീവ് കമൻറ്റ് വന്ന ഇന്നോവ. അത് നെഗറ്റീവ് വരുന്നതോറും എൻക്വയറി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്ര രൂപയാണ് വണ്ടി പോയത്? 7 ലക്ഷം രൂപയ്ക്കാണ്. എത്ര ദിവസം കഴിഞ്ഞാൽ പോയ വണ്ടി? നമ്മൾ വീഡിയോ 5 ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി വിറ്റു. 5 ദിവസത്തിനുള്ളിൽ വണ്ടി പോയല്ലേ? കണ്ണൂരുകാരെ എടുത്തോണ്ട് പോയി. അല്ലേ, അവർ ഹാപ്പിയാണ്? അവർ വളരെ ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓഫർ ഇന്നോവയുണ്ട്. അതാ കിടക്കുന്ന 2014 മോഡലല്ലേ? ഓക്കെ, അതിന് മുമ്പ് നമുക്കിത് പറയാം. ഇത് 2013 ഡിസംബർ വണ്ടി, 13 ലാസ്റ്റ് വണ്ടി. ഇന്നോവ G4 വണ്ടി. AC, പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, ABS ബ്രേക്ക് എല്ലാം ഉള്ള വണ്ടിയല്ലേ? അലൈവില് ആ വണ്ടിക്കുള്ളേ. ഫസ്റ്റ് കാര്യം, ഇന്നോവയൊക്കെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നുണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു ആ വണ്ടിയുടെ കുറേ എൻക്വയറി നമുക്ക് വന്നായിരുന്നു ഇന്നോവയുടെ. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി ഫസ്റ്റ് കാര്യമാണ് തട്ടിലെ മുട്ടിലെ റീപ്ലേസ്മെൻറ്റ്. ഒരു റീപ്ലേസിൻ്റെ കമ്പനി പെയിൻ്റാണ്. ബമ്പർ മാത്രം റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടിയുടെ ഞങ്ങൾ ഡയറക്റ്റ് ഓണറുടെ മേടിക്കുന്ന വണ്ടികളാണ്, അല്ലാതെ കച്ചവടക്കാരെ കിടന്ന വണ്ടികളല്ല. അല്ലേ, അതുപോലെ ഇതൊക്കെ റീവണ്ടി കേട്ടോ. അത് പറയാം, ഇത് കർണാടക. അപ്പം നമ്മളിവിടുന്ന് ബൈ റോഡ് ഓടിച്ചുകൊണ്ട് വരുന്ന വണ്ടിയല്ലേ? ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ്. ഓക്കെ. അതുപോലെ ഓണർഷിപ്പ് എത്രയാണ്? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എൻ്റെ പേര് സെക്കൻഡ് ഓണർ. ചേട്ടാ സെക്കൻഡ് ഓണർ അല്ലേ? അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നോവയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കാര്യം പറയാം, വണ്ടി നീറ്റ് വണ്ടി കേട്ടോ. അതായത് കാഴ്ചയിൽ വണ്ടി അടിപൊളി, ഒരു രക്ഷയില്ല വണ്ടിയായിട്ട്. ടയറൊക്കെ ഒരു 50% ഉണ്ട്. അതുപോലെ ബാക്കി ഞാൻ കാണിച്ചു തരാം. ആണോ, ബാക്കിയൊക്കെ പക്കാ നീറ്റാട്ടോ വണ്ടി. നോക്കി, ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നോക്കി, സീറ്റൊക്കെ വേറെ ചെയ്തേക്കുന്നല്ല. നോക്കി, നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി, അടിപൊളിയാണ്. ഡാഷൊക്കെ ആണെങ്കിലും നല്ല നീറ്റാട്ടോ. അതുപോലൊരു സ്റ്റീല് വരുന്നുണ്ടല്ലേ, നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. പയനീറിൻ്റെ സിസ്റ്റം ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. അതുപോലെ എയർ ബാഗ്, പിന്നെ റൂഫൊക്കെ ഉള്ളത്. നോക്കി, നല്ല ക്ലിയർ ആട്ടോ. അതുപോലെ AC ഒക്കെ നല്ല പക്കാ കൂളിങ് ആട്ടോ. കിലോമീറ്റർ നമുക്ക് കാണാം. ജനുവരി കിലോമീറ്റർ 225. ഓക്കെ, വണ്ടിക്ക് വേറെ അപാകതകളൊന്നുമില്ല. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിടാം ജസ്റ്റ്. ഉണ്ടോ, എല്ലാം ഓക്കെയാണ്. വണ്ടി ആവൊക്കെ നല്ല പക്ക നീറ്റ് വണ്ടിയാണ്, ക്വാളിറ്റി വണ്ടിയാണ്, ഒന്നും പറയാനില്ല. അതുപോലെ എഞ്ചിൻ റൂം കാണിച്ചു തരാം. എഞ്ചിൻ റൂമൊക്കെ ഉള്ളത് നോക്കി, നല്ല പക്കയാട്ടോ. ടയോട്ട എഞ്ചിൻ അതിനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് ആ സൗണ്ട് നേപ്പിക്കാവും നമ്മുടെ വണ്ടി വാങ്ങാൻ വരുന്നവർക്ക് വേണ്ടി. ഈ ബാറ്ററി പുതിയ ബാറ്ററി ആണ് കേട്ടോ. 1 വർഷം പഴക്കമുണ്ടല്ലേ? ഒന്ന് റേസ് ചെയ്യാവോ? അടിപൊളി. മതി, ഓഫാക്കിയോ ഷാജിച്ചേട്ടാ? അപ്പോൾ ഈ വണ്ടി എന്നാ വിലക്ക് കൊടുക്കും? 7.25 ലക്ഷം രൂപ കൊടുക്കാം. 7.25. എത്ര ലോൺ കിട്ടും? 6 രൂപ ലോൺ കിട്ടും. 6 രൂപ ലോൺ കിട്ടും. 6 രൂപ കിട്ടും അല്ലേ? അപ്പോൾ ഒരു വണ്ടി കൊണ്ടുപോകാം സിവിലൊക്കെ ഉള്ള ആളാണെങ്കിൽ. അപ്പോൾ ഇത് റെഡി ക്യാഷ് ഒക്കെ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമോ? റെഡി ക്യാഷ് ആണ് 7.25 എന്നുള്ള എന്തൊരു അഡ്ജസ്റ്റ് കൊടുക്കാം അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ പോലെ ഒരു കണ്ടീഷൻ വണ്ടി കിടപ്പുണ്ട്. നമ്മൾ അടുത്ത വണ്ടിയിലേക്ക് പോട്ടോ. അതൊരു ഓഫറിൽ വണ്ടി, അത് ഞാൻ പറയാം. ഷാജിച്ചേട്ടാ, അപ്പോൾ അടുത്ത ഇന്നോവ 2014 3 മാസം വണ്ടിയാണ്. 14 3 മാസം അല്ലേ? ഇത് രജിസ്ട്രേഷൻ അതാ ഡാമൻഡ്യൂ രജിസ്ട്രേഷൻ, ദമൻ എന്ന് പറയും. അതായത് യൂണിയൻ ടെറിട്ടറിയാണ് സ്ഥലം. പണ്ട് ഒക്കെ ഈ അംബാസഡറും ജീപ്പും ഒക്കെ കേരളത്തിൽ കിട്ടാനില്ലാതെ വരുമ്പോൾ 93-94 കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ നിന്നാണ് ഈ വണ്ടികൾ എടുത്തുകൊണ്ടിരുന്നത്. അതെ, കൊള്ളാലോ. ഞാൻ അങ്ങനെ കുറേ കേട്ടിട്ടില്ല. നോക്കി, ഡി കൊള്ളാം എന്തായാലും. ബോംബെന്ന് 400 കിലോമീറ്റർ ഉണ്ട്. അതെ. അപ്പോൾ ഈ വണ്ടി വേരിയൻ്റ് ഏതാ? ഇത് G4 വണ്ടിയാണ്. AC, പവർ വിൻഡോ, പവർ സ്റ്റിയറിങ്, എയർ ബാഗ്, ABS ബ്രേക്ക്, പിന്നെ അഡീഷണൽ വിയുടെ അലൈവിയിലും കയറ്റിയിട്ടുണ്ട്. കമ്പനി കയറ്റിയിട്ടുണ്ട്. ഒറിജിനൽ പെയിന്റ് വണ്ടിയാണ്. അപ്പോൾ AC ഒക്കെ ആണെങ്കിലും പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അല്ലേ? റീപ്ലേസ് കാര്യങ്ങൾ ഒരു റീപ്ലേസ് ഇല്ല, തട്ടുമുട്ടോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതിനൊരു ഓഫർ ഉണ്ടല്ലോ വണ്ടിക്ക്? ഇത് ഓഫറുണ്ട്. ഇത് ദീപുവിൻ്റെ ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഈ മാസം, അതായത് ജൂൺ, ഇന്നിപ്പം 2 അല്ലേ? 31 മുമ്പ് ഫുൾ പേയ്മെന്റ് തരുന്നവർക്കാണ് 6.5 ലക്ഷം രൂപ കൊടുക്കും. ഏത് 2014 വണ്ടി കേരളത്തിൽ ഒറ്റ ഡീലർമാർ കൊടുക്കത്തില്ല. ഇത് 6.5 ലക്ഷം രൂപ. ഇത് ദീപുവിൻ്റെ ഞാൻ പറഞ്ഞില്ല യൂട്യൂബ് ചാനൽ. മറ്റേ എനിക്ക് നല്ല പ്രൊമോഷൻ കിട്ടുന്നുണ്ട് വണ്ടി. മറ്റേ വണ്ടിയൊക്കെ നല്ല വിലയ്ക്ക് പോയി. നിങ്ങളുടെ ചാനൽ കണ്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. മറ്റേ ഞാൻ മലയാള മനോരമയിൽ എല്ലാ സൺഡേയിലും പനവിലോട്ട് പരസ്യം കൊടുക്കുമായിരുന്നു. ഇപ്പം അതില്ല. മനോരമയിൽ ഞാൻ പറയാം, മനോരമയിൽ ഞാനൊരു 20-25 വർഷമായിട്ട് എല്ലാ സൺഡേയിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതല്ലേ. അതിപ്പോൾ അവിടെ ഏജൻറ്റിന് എന്നാ കൊടുക്കാത്ത നമ്മൾ യൂട്യൂബ് ചാനലുണ്ട് ദീപു D4. അത് കണ്ടു കഴിയുമ്പോൾ ഇഷ്ടം പോലെ എൻക്വയറി വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്നോവ 2014 വണ്ടി 7.5 രൂപയ്ക്ക് അത് G3 വണ്ടിയായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6-7 വണ്ടി കൊടുത്തു. 6-7 വണ്ടി കൊടുത്തു. ഇനി ഇപ്പോൾ 6 കിടപ്പുണ്ട്. കിടക്കുന്ന ഇത് ഓഫർ ഈ 30-ാം തീയതിക്ക് മുമ്പ് വന്നെടുക്കുവാണെങ്കിൽ റെഡി പേയ്മെന്റ് കേട്ടോ, കടമില്ല, എക്സ്ചേഞ്ച് ഇല്ല. എന്തായാലും 6 ലക്ഷം രൂപ. എന്തായാലും സന്തോഷം. അപ്പോൾ ഇത് നമ്മൾ ഈ പേര് കേരളത്തിലേക്ക് മാറ്റിയാണ് കൊടുക്കുന്നത്. മാറ്റിയാണെങ്കിൽ 61,000 രൂപ ടാക്സ് അടക്കണം. അത് പാർട്ടി അടക്കണം. 5 കൊല്ലത്തെ ടാക്സ് ആവും. അങ്ങനെ. അപ്പോൾ പാർട്ടി ടാക്സ് അടക്കണം. ഓക്കെ. അപ്പോൾ വണ്ടിക്ക് എങ്ങനെ പോയാലും ഒരു 7-10 7-10 എങ്കിലും. 2014 കേരള വണ്ടിയാണെങ്കിൽ 9 രൂപ
8 രൂപ 10 രൂപ 10 രൂപ വിലയുണ്ട് നമുക്ക് ഒറിജിനൽ കാർ. എന്നാലും 70 മുകളിലേക്ക് ആവുന്നില്ല. 7-10 നമുക്ക് ഈ വണ്ടി കിട്ടും. വണ്ടി മൊത്തത്തിലൊന്ന് കാണിച്ചാൽ കേട്ടോ. കമ്പനി സീറ്റാണ് നോക്കിക്കോ. അല്ലേ? പിന്നെ ഇനോവയെ പറ്റി ഒന്നും പറയല്ല, കാരണം എല്ലാവർക്കും അറിയാം ഇനോവ എന്താ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ വണ്ടി മൊത്തത്തിൽ കാണിച്ചു തരാം. കാരണം നമുക്ക് ഇനോവയ്ക്ക് കുറേ എൻക്വയറി വരാറുണ്ട്, ഇഷ്ടംപോലെ എൻക്വയറി നമുക്ക് ഇനോവയ്ക്ക് വരാറുണ്ട്. എനിക്ക് നല്ലൊരു ഓഫറായത് ഒരു 7-10 ഉണ്ടെങ്കിൽ വണ്ടി നമ്മുടെ കേരളത്തിൽ 6,000 രൂപയ്ക്ക് കൊടുക്കും NOC എടുത്ത്. ഇവിടെ ടാക്സ് അടിച്ച് മാറ്റിയാൽ മതി. ഇൻറ്റീരിയർ കാണിച്ചു തരാം. നോക്കി, അടിപൊളി. ഒരു സ്റ്റീരിയോ ഒക്കെ ഉണ്ട് ആൻഡ്രോയിഡ്. സ്റ്റിയറിംഗിന്റെ റിങ്ങൊക്കെ നോക്കിക്കോ. G4 കഴിഞ്ഞ പ്രാവശ്യം കമന്റ് ഇട്ടായിരുന്നു ഒത്തിരി പേര് തന്നെ. അത് G3 വണ്ടിക്ക് അങ്ങനെ സ്റ്റിയറിംഗ് വരത്തുള്ളൂ. സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം വണ്ടി. അടിപൊളി. 267 കിലോമീറ്റർ. അതുപോലെ വണ്ടി ഇൻറ്റീരിയറൊക്കെ നോക്കി നീറ്റാട്ടോ. നമുക്ക് AC കൊണ്ട് നോക്കാം. സ്റ്റീരിയോ ഒക്കെ നോക്കിയേ, അടിപൊളി സ്റ്റീരിയോ. AC ഗുളിയും കൂടെ നോക്കിയേക്കാം. അടിപൊളി. AC ഒക്കെ പക്ക വർക്കിംഗ് കേട്ടോ. സീറ്റൊക്കെ നോക്കി, സീറ്റ് കവർ പോലും ഇല്ല. പക്ഷേ എങ്കിലും ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിയും ഇന്ത്യൻ വാഷ, പോളിഷ്, ഷാമ്പു വാഷ് എല്ലാം ചെയ്താൽ വണ്ടി കൊടുക്കും. ഇതിനകത്ത് ചെയ്യാനുണ്ടോ? ഇനി ചെയ്യാനുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ഓ, ഇനി ഷാമ്പു വാഷും ഇന്ത്യയിൽ വാഷും ബോഡി പോളിഷും ചെയ്താൽ പാർട്ടിക്ക് ഡെലിവറി കൊടുക്കത്തുള്ളൂ. വണ്ടി വേറെ ലെവലാവും. അത് റൂഫൊക്കെ നോക്കി, ചെളിയും കാര്യങ്ങളൊന്നുമില്ല. മേൽ മൈലേജ് ഉണ്ട്. ഇന്റർകൂൾ റേഞ്ചിനാണ്. ഈ 14 കിട്ടുന്ന ഉറപ്പാണോ? അത് പല നേരിട്ട് ഓടിച്ചോണ്ട് നിങ്ങൾ 14 എന്നുള്ള 13 കിട്ടിയ വണ്ടി തിരിച്ചു തന്നെ ഞങ്ങൾ എടുത്തോളാം. ഇത് 2600 കിലോമീറ്റർ ഓടി ഇവിടെ വന്നോണ്ടേ. ഡാമൻഡ്യൂർ അവിടെ നിന്ന് ബൈ റോഡ് വഴി 2000 ഡാമൻഡ്യൂർ 2600 കിലോമീറ്റർ ഉണ്ട്. ചേട്ടൻ ഓടിച്ചോണ്ടോന്നേ? ഞാൻ തന്നെ, ഞാനും വൈഫും എൻ്റെ ചേട്ടൻ്റെ മോനുണ്ടായിരുന്നു, അവരും കൂടെ കൂടി ഓടിച്ചോണ്ട് വന്നത്. എല്ലാ വണ്ടി എങ്ങനെയാണെന്നറിയാം. ഇത്രയും ദൂരം ഡ്രൈവേഴ്സിൻ്റെ കൊടുത്ത് ഞങ്ങളുടെ ഒരു വണ്ടിയും ഇത്രയും ദൂരം വിടത്തില്ല. ഇവിടെ ലോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുമെന്നല്ലാതെ വണ്ടി തട്ടോ മുട്ടോ വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് വിളിക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ തന്നെ ചെയ്യണം. ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റേ പോകും. അവിടെ ചെന്നിറങ്ങി പാർട്ടിയായിട്ട് കണ്ട് രജിസ്റ്റേർഡ് ഓണർ വീട്ടിൽ പോയി അവർ ആധാർ കാർഡും മേടിച്ച് ID കാർഡും മേടിച്ച് എന്നിട്ടാണ് വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. ടയറും കാറിലൊക്കെ നോക്കി, ടയറൊക്കെ പുത്തണ്ടായിരുന്നു തോന്നല്ലേ? ഫ്രണ്ട് അപ്പോളോ 2 പുത്തനും ബാക്ക് സീറ്റിന് 2 പുത്തനും. അല്ലേ? ഇനിയിപ്പോൾ എഞ്ചിൻ റൂം കാണിക്കാം. എഞ്ചിൻ പോകൊക്കെ നോക്കി. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ സൗണ്ട് നോക്കാൻ കേട്ടോ. അടിപൊളി. ഒന്ന് റേസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ചുമ്മാ ഒന്ന് ഷാമ്പു വാഷും ഇന്ത്യയിൽ പോളിഷും പിന്നെ ബോഡി പോളിഷും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല നീറ്റായിരിക്കും വണ്ടി. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ഒന്ന് കഴിയിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. അപ്പം ആവശ്യക്കാർ പോലെ വണ്ടിയുടെ വില 6,000 രൂപ. 6 ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ ഒറ്റ ഡീലർമാർ കൊടുക്കത്തില്ല. ചലഞ്ച് ചെയ്യാതെ ടാക്സ് എടുത്താൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഈ താത്താരിലും ഈ കണ്ടീഷനുള്ള വണ്ടി കൊടുക്കാം. ഈ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ 6,000 രൂപയ്ക്ക് വണ്ടി കിട്ടും. പിന്നെ ടാക്സ് അടയ്ക്കുക. മൊത്തം 60,000 ടാക്സ് വരും. 70 നിൽക്കും. പ്രൈവറ്റ് വണ്ടിയാണ്. ടാക്സി ഓടി പ്രൈവറ്റ് ആയതല്ല, ഒറിജിനൽ പ്രൈവറ്റ് വണ്ടിയല്ലേ? അപ്പോൾ ആവശ്യക്കാർ വരിക, വണ്ടി കാണുക, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകുക. അപ്പോൾ ഇതൊക്കെ ഇതിനോട് വിശേഷങ്ങൾ. ഇനിയുണ്ട് 4 വണ്ടിയല്ലേ? 6 വണ്ടി. 4 വണ്ടി ഇനിയുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തോട്ടേക്ക് നമുക്ക് പോകാം കേട്ടോ.